friends, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാലക്കാട് സ്പെഷ്യൽ ആയിട്ടുള്ള മുളക് വറുത്ത പുളി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പാലക്കാടുകാരുടെ സ്വന്തം മുളക് വറുത്ത പുളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20 ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യം കറിവേപ്പിലയാണ്. 1-2 തണ്ട് കറിവേപ്പില, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്. അപ്പോൾ ഇതിന് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് തന്നെ പച്ചമുളക് വേണം. പിന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 കപ്പ് വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു നാരങ്ങ വലുപ്പത്തിലുള്ള കോൽപ്പുളി അല്ലെങ്കിൽ വാളംപുളി, സാമ്പാർ പുളി എന്നൊക്കെ പറയണ ടാമറിൻഡ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് കുതിർത്തിയെടുക്കുക. അതിനുശേഷം ഇതൊന്ന് പിഴിഞ്ഞതിന് ശേഷം അരിച്ചു വയ്ക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ചിലവർ ഇതിൽ നല്ലെണ്ണ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നല്ലെണ്ണ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെയാണ് എപ്പോഴും നല്ലത്. ഞാനൊരു 1/2 ടീസ്പൂൺ കടുകും ചേർത്തിട്ടുണ്ട്. പിന്നെ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണോളം അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ അളവൊന്നും ഒരിക്കലും കൂടിപ്പോയരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു കയ്പ്പ് വരും. പിന്നെ ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. മുറിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയുള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്തൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം ഒന്ന് വഴന്ന് വരണം. വഴന്ന് വന്നതിന് ശേഷം ചെറിയുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കറക്റ്റായിട്ട് തന്നെ ഒന്ന് വരണം. അപ്പോഴായിരിക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം എരിവുണ്ടാവണം. അപ്പോൾ തന്നെ ആയിരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ. ഈ ഒരു റെസിപ്പിയിൽ സവാള നമ്മൾ ഉപയോഗിക്കണേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക എപ്പോഴും ചെറിയുള്ളി ഉപയോഗിക്കുമ്പോൾ തന്നെയായിരിക്കും. പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ചെറിയുള്ളിലേക്ക് ആവശ്യത്തിന്. പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. പിന്നെ ഈ ഒരു റെസിപ്പിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കണമെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റൊക്കെ തന്നെ മതി. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. ഒരു ഒഴിച്ച് കറി എന്ന് പറയാൻ പറ്റുമോയെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പുളിവെള്ളം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നണമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് കഴിക്കാൻ പറ്റും. മുളക് വറുത്ത പുളി അല്ലെങ്കിൽ തറവാട്ടുപുളി എന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ പാലക്കാടുകാർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ചെറിയുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കില്ല. മുളക് പൊടി, മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാറില്ല. കുരുമുളക് പൊടി പോലും ചേർത്ത് കൊടുക്കാറില്ല. ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരണം. അതുവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരും. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പുളിയുടെ അളവൊന്നും ഒരിക്കലും കൂടിപ്പോരുത് കേട്ടോ. ഇപ്പോൾ അളവ് കൂടുതലായിട്ടൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നീട്. അല്ലാന്നുണ്ടെങ്കിലും ഇത് കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഉപ്പൊക്കെ ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ലൂസായിട്ടാണ് ഇരിക്കുക. അതായത് വെള്ളം പോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും തിക്കായിട്ടുള്ളൊരു കറിയൊന്നുമല്ല. അതിനുശേഷം നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് തിളച്ചിട്ട് ഈ പുളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം. കുറച്ച് സമയം നല്ലപോലെ തിളച്ച് വരട്ടെ. ഇത് കാണുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നാം ഇത് ടേസ്റ്റി ആയിരിക്കുമോ എന്നൊക്കെ. പക്ഷേ എന്തായാലും തയ്യാറാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും തയ്യാറാക്കി നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പുളിയുടെ പച്ചമണമൊക്കെ അത്യാവശ്യം മാറി വന്നിട്ടുണ്ട്.
ഇത് നന്നായിട്ട് തിളച്ചിട്ട് കുറച്ച് ഭാഗം ഒന്ന് വറ്റി വരണം. അതായത് ഇത് തിക്കായിട്ട് വരാനൊന്നും പാടില്ല, പക്ഷേ ലൂസായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ചേർത്തിട്ടും തയ്യാറാക്കണവരുണ്ട്, ശർക്കര ചേർക്കാതെയും തയ്യാറാക്കണവരുണ്ട്. അപ്പോൾ ശർക്കര ചേർക്കുമ്പോൾ എന്ന് പറയുന്നത് ചെറിയൊരു മധുരരസം കൂടി വരും ഇതിന്. അപ്പോഴായിരിക്കും ഇത് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, അതായത് ശർക്കര ഇതുപോലെ ഞാനൊന്ന് ചീകിയിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരുക്കിയതിന് ശേഷം അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത്. അപ്പോൾ കുറച്ച് ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം അളവിലാണ് ശർക്കര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് ഉരുകി വന്നോട്ടെ. അതിനുശേഷം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോയെന്ന്. എനിക്ക് തോന്നുന്നു ശർക്കര കുറച്ച് കുറവാണ്, കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാമെന്ന് തോന്നുന്നു. അപ്പോഴായിരിക്കും ടേസ്റ്റ് കറക്റ്റായിട്ട് വരാം. അതിപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരും കേട്ടോ ശർക്കരയുടെ അളവെന്നൊക്കെ പറയണത്. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം അളവിലും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മധുരവും അതുപോലെ പുളിയും എരിവും എല്ലാം കൂടി വരണ ഒരു കറിയാണ്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ ആ ഒരു ഉള്ളിയുടെ ഒരു നല്ലൊരു ഫ്ലേവറും എല്ലാം കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഉരുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് വരെ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ തന്നെയാണ്. എന്തെങ്കിലും മെഴുക്ക് പുരട്ടിയുടെയൊക്കെ കൂടെ നന്നായിട്ട് തന്നെ വരും. ഇപ്പോൾ കൂർക്ക മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, അങ്ങനത്തെ കറികളുടെയൊക്കെ കൂടെ കഴിക്കാൻ വെജിറ്റേറിയൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീൻ വറുത്തതിൻ്റെ കൂടെ ഇത് കഴിക്കാം, അല്ലെങ്കിൽ ഓംലേറ്റ്, അതൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കറി തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ നേരത്തെ തന്നെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ പുളിയുടെയും മധുരത്തിൻ്റെയും അതുപോലെ ആ എരിവിൻ്റെ ഒരു എന്താ പറയുക കറക്റ്റായിട്ടുള്ള ഒരു അളവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെയായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. പുളിയൊക്കെ ഒരുപാട് കൂടിക്കഴിഞ്ഞാലും ഇത് അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ട് വരില്ല. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കറക്റ്റായിട്ട് മധുരവും പുളിയും എരിവൊക്കെ ഒന്ന് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മധുരം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഒഴിവാക്കാം, അല്ലാതെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത്രയും ലൂസായിട്ട് തന്നെ ഇരിക്കണം, അപ്പോഴായിരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണിത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഇഞ്ചിപ്പുളി ഉണ്ടല്ലോ, ഇഞ്ചിപ്പുളിയുടെയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ്, അതായത് ഇഞ്ചിപ്പുളിയിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും ഈ പുളിയുടെയും അല്ലെങ്കിൽ ശർക്കരയുടെയും ഒക്കെ കുറച്ചും കൂടി ഉണ്ടായിരിക്കും. ഇതിൽ അത്രയ്ക്കൊന്നും ഇല്ല. പിന്നെ ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല, അത്രയൊക്കെ തന്നെ വ്യത്യാസമുള്ളൂ. പിന്നെ ഇതുപോലെ നല്ല ലൂസായിരിക്കുമല്ലോ ഇഞ്ചിപ്പുളി, നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് വറുത്ത പുളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ